ഇവിടെ എത്തി പിറ്റേ ദിവസം തന്നെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ 10 മണിയായപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. തലേ ദിവസം പാതിരാത്രി 3 മണിക്കാണല്ലോ വീട്ടിലെത്തിയത്. അതുകൊണ്ട് ഉറക്കം പോലും കറക്റ്റ് ശരിയല്ലായിരുന്നു. ഇപ്പോൾ 1 മന്തിന് ശേഷമാണ് നമ്മൾ ചെക്കപ്പിന് വന്നേക്കുന്നത്. ശനിയാഴ്ച ആണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടറാണെങ്കിൽ ഒരു കേസിന് കയറി, അതുകൊണ്ട് വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടറെ കണ്ടത്. ഡോക്ടറെ കണ്ട അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ചെന്ന് ബേബി ടോട്ടലി ഓക്കെ ആണെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 12:30 ഒടുക്കത്തെ വിശപ്പായിരുന്നു. അവിടെ തന്നെയുള്ള ക്യാൻറ്റീനിൽ കയറി ഫുഡ് കഴിച്ച്. ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ചെറിയൊരു വിശപ്പ് വന്നാൽ പോലും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് നേരം. അതുകൊണ്ട് വിശന്നപ്പോൾ തന്നെ ഓടിപ്പോയി ചോറ് സാമ്പാറൊക്കെ കഴിച്ച് നല്ല രീതിക്ക് വയറ് നിറച്ചിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോഴത്തെ ചൂടും വെയിലും അറിയാലോ, നല്ല കരിഞ്ഞു പോണ വെയിലത്താണ് കേട്ടോ നമ്മൾ തിരിച്ച് പോകുന്നത്. പോകുന്ന വഴി കരിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്. അപ്പോൾ ഉപ്പിലിട്ട പൈനാപ്പിൾ കണ്ടപ്പോൾ ഷിനാജ് അതൊരെണ്ണം കഴിച്ച്. ഷിനാജ് കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് വയറ്റ് നോക്കി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനൊരു ഉപ്പിലിട്ട മാങ്ങായും ഒരു നെല്ലിക്കയും കൂടെ എടുത്ത് കഴിച്ചിട്ട് കരിക്ക് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോയി ഫ്രിഡ്ജിൽ വെച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനാണ് രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സമയമില്ലാത്ത സമയത്താണെങ്കിൽ പോലും ഞാൻ വീടിൻ്റെ അകമൊക്കെ ഫുള്ള് കയറി കണ്ടിട്ടാട്ടോ പോയത്. കാരണം ടൈൽസ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നുകൂടെ കയറി നോക്കിയതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഇന്നത്തോടെ നമ്മുടെ ടൈലിൻ്റെ പണി ടോട്ടലി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരുടെ ഉള്ളിലുള്ള ടെൻഷൻ ഡെലിവറിക്ക് മുമ്പ് വീട് പണി കഴിയുക എന്നാണ്. മാക്സിമം തീർക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളും ദുആ ചെയ്യുക.